ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഇസാസെറ്റ്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് സ്ഥിരം വ്ളോഗും കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ മൂന്നാർ യാത്രയുടെ വ്ളോഗൊക്കെ ഇട്ടപ്പോൾ ഞാൻ അതിൽ പറയുന്നുണ്ടായിരുന്നു നമ്മൾ എടുത്തതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ഇട്ടവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ വിചാരിച്ചു എൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. വേറെ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നാച്ചുറൽ ഡയൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റേഷൻ വില്ലായിരുന്നു. ഇത് വരുന്നത് നമ്മുടെ മൂന്നാർ റോഡിൽ പൈപ്പ് ലൈൻ വ്യൂ പോയിന്റിന് അടുത്തായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. ഇവിടെ വന്നിട്ട് നമുക്ക് 3 ടൈപ്പ് റൂമുകളാണ് കേട്ടോ കിട്ടുന്നത്. അതിൽ ഏറ്റവും താഴെയായിട്ട് ബഡ്ജറ്റ് റൂംസ് ആണ് വരുന്നത്. അതിൽ റൂമൊക്കെ അടിപൊളിയാണ്, പക്ഷേ നമുക്ക് മറ്റ് റൂമുകളെക്കാട്ടിയും വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബാൽക്കണി വ്യൂ കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് റൂമാണ്. അതിന് 1400 രൂപയാണ്. അത് നമുക്ക് ബാൽക്കണി വ്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു വിൻഡോ വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ബെഡിൽ നിന്ന് തന്നെ നമുക്ക് കർട്ടൻ മാറ്റിയാൽ നമുക്ക് ആ വെളിയിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഡിലക്സ് റൂമാണ് വരുന്നത്. അത് 1800 രൂപയാണ് കേട്ടോ വരുന്നത്. അത് നമുക്ക് ഫുൾ ഗ്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഫുൾ ഗ്ലാസ് വിൻഡോ ആയതുകൊണ്ട് തന്നെ കർട്ടൻ മാറ്റിയാൽ ബെഡിൽ നിന്ന് തന്നെ ഫുൾ വ്യൂ നമുക്ക് കിട്ടും. അത് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ അതാണ് നോക്കിയത്, പക്ഷേ നമുക്കത് ഫുള്ളായതുകൊണ്ട് കിട്ടിയില്ല. നമ്മൾ പിന്നെ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ എടുത്തത്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റൂമിൻ്റെ അകം വന്നിട്ട്. നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ബാൽക്കണി വരുന്നുണ്ട്. നൈറ്റ് വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ നൈറ്റ് വ്യൂവിൻ്റെ വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായി പോയോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആക്കിയേക്കാമേ. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് അടിപൊളി വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്റ്റേ തന്നെയായിട്ടാണ് കേട്ടോ എനിക്കിവിടെ തോന്നിയത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. ഞാനത് പറയാനായിട്ട് വിട്ടുപോയതായിരുന്നേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ അവർ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം പോകാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോഴത്തേനും നമുക്ക് ചിലപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ബുക്ക് ചെയ്യാം, റൂം എടുക്കാമെന്ന് വിചാരിച്ചാലും നമുക്ക് റൂം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം പോകും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവിടെ ചെന്ന് റൂമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്നും ഓടേണ്ടി വരും. ഒന്നാമത് നമുക്ക് അറിഞ്ഞൂടാത്ത സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ വിളിക്കുമ്പോൾ റേറ്റിൻ്റെ കാര്യം കൺഫേം ആക്കുക വിളിച്ചിട്ട്. കാരണം സീസണും ഓഫ് സീസണിലും റേറ്റിന് കുറച്ച് വ്യത്യാസങ്ങൾ വരാനുണ്ട്, ഒരുപാടല്ല. ഇപ്പോൾ ഓഫ് സീസണിലെക്കാട്ടും ചെറിയൊരു വ്യത്യാസം നമ്മൾ സീസണിൽ എടുക്കുമ്പം റൂമൊക്കെ അത് എല്ലായിടത്തും അങ്ങനെയാണ്. റൂമൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യമേ വിളിച്ചൊന്ന് കൺഫേം ആക്കുക. ഇത് വന്നിട്ട് അവർ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നൈറ്റ് അടിപൊളിയാണ്, ലൈറ്റൊക്കെ ഇട്ടിട്ട് സൂപ്പറാണ് കേട്ടോ. ഞാൻ രാത്രി വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഫോറിനേഴ്സൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ നൈറ്റുള്ള കുറേ വീഡിയോസൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഗൂഗിളിൽ കയറി നോക്കിയാലും നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡേ വന്നിട്ട് സ്റ്റേ ചെയ്തത് മൂന്നാർ ടൗണിലായിട്ടുള്ള മഹാരാജ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ റൂമിലായിരുന്നു കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാനില്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് നമ്മൾ വേറെ എങ്ങും ബുക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേറെ എങ്ങും സ്റ്റേക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഓടേണ്ടി വന്നു. ലാസ്റ്റ് നമ്മൾ ഹോട്ടൽ റൂമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ ഇതിൽ ആഡാക്കാമെന്ന്. കാരണം എന്ന് വെച്ചാൽ ഹോട്ടൽ റൂമിൽ സ്റ്റേ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണുമോ, വേറെ എന്തെങ്കിലും പ്രശ്നം കാണുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വേറെ ഒരു വിഷയവും ഇല്ല കേട്ടോ. നമുക്കിവിടെ വന്നിട്ട് നമുക്ക് റെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 600 രൂപയാണ്. ഓഫ് സീസൺ ആണ്. സീസൺ വരുമ്പോൾ 1000 ആ ഒരു റേഞ്ചിലൊക്കെ വരും കേട്ടോ. റൂമായാലും ടോയ്ലറ്റൊക്കെ ആയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. അതിലൊന്നും ഒരു പേടി വേണ്ട. നമ്മൾ മൂന്നാർ വന്നിട്ട് അടിച്ചു പൊളിക്കുക ഇത് തന്നെ ധാരാളമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നല്ല എനിക്ക് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അതുപോലെ നമുക്ക് വ്യൂവും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെ കൂടുതൽ വ്യൂവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ നേരത്തെ പോലെ റിസോർട്ടോ വില്ലാസോ കോട്ടേജൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റൂംസിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തേക്ക് ഉള്ള കേട്ടോ. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തത് വേറെ ഹോം സ്റ്റേയിലായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഫുൾ വീഡിയോയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അതും 2000 അകത്തുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എപ്പോഴെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ വീഡിയോ ആയിട്ട് ചെയ്യാമേ. അതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ ഇതിൽ കൂടെ
ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഓക്കെ, ബൈ ബൈ, ടാറ്റാ.